കൊല്ലവർഷം 1201 ആണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. 17/8/2025 തൊട്ട് 16/8/2026 വരെയുള്ള ഒരു വർഷ കാലയളവിലുള്ള നിങ്ങളുടെ പൊതുസ്ഥിതിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കൊല്ലവർഷം 1200 കർക്കിടക മാസം 31-ാം തീയതി ശനിയാഴ്ച രാത്രി 1:52 കാർത്തിക നക്ഷത്രം 4-ാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ്. ഈ സംക്രമം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ തൊഴിലിലും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിലും എപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുമോ, കോട്ടങ്ങൾ ഉണ്ടാകുമോ, ഇതെങ്ങനെ തരണം ചെയ്യണം, പരിഹാരങ്ങൾ എന്തൊക്കെ എന്നൊക്കെയുള്ളത് ഈ വീഡിയോയിലൂടെ പ്രതിപാദ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ഏവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നതിന് ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട്. നിങ്ങൾ അതിലൂടെ ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും. ഇത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് തന്നെ പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിലെ വീഡിയോകൾ ലഭ്യമാകുക. അപ്പോൾ 2025-26 വർഷ കാലയളവിൽ ഭരണി നക്ഷത്രക്കാർക്ക് എപ്രകാരമെന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മേടക്കൂറിലാണ്. വ്യാഴം 3, 4 ഭാവങ്ങളിലും ശനി 12-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലുമായിട്ടാണ് വരുന്നത്. ഈ കാലയളവിൽ ജാതകർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ ഓരോന്നായിട്ട് പറയാം. ഒന്ന്, സാമ്പത്തിക സ്ഥിതി. സാമ്പത്തിക സ്ഥിതി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കഴിഞ്ഞ വർഷം നഷ്ടമുണ്ടാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അച്ചടക്ക മനോഭാവത്തിലൂടെ സാമ്പത്തിക സ്ഥിതി പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നതാണ്. എന്നാൽ അനാവശ്യമായിട്ട് എടുത്തുചാട്ടം മുഖേന ചെയ്യുന്ന ചില പ്രവൃത്തിയിലൂടെ സാമ്പത്തിക അസ്ഥിരത്വം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചിട്ടയായ പരിശ്രമത്തിലൂടെ നമ്മുടെ മനോഭാവത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ടതാകുന്നു. പുതിയ മാർഗത്തിലൂടെ ധനസമ്പാദനം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കയ്യിൽ വരുന്ന ധനത്തെ മിച്ചം പിടിച്ച് കുറച്ചുകൂടി ലാഭകരമാകുന്ന നിക്ഷേപങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് തൊഴിലാണ്. തൊഴിൽ മേഖലയിൽ കുറെ കാലമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. വേണ്ടപ്പെട്ടവരുടെ സഹായത്തോടെ തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒത്തുചേരുന്നതാണ്. വിദേശ രാജ്യത്ത് തൊഴിലന്വേഷണത്തിനായിട്ട് പോകുന്നവർ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചതികളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കാം. ആരോഗ്യസ്ഥിതിയിൽ കുറച്ചുകൂടി ഉണർവ് കാണുന്നുണ്ട്. എങ്കിലും ജങ്ക് ഫുഡ്, അസിഡിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാനീയങ്ങൾ കഴിക്കുന്നത് ഇവ ഒഴിവാക്കേണ്ടതാണ്. കുറെ കാലമായിട്ട് അലട്ടിയിരുന്ന ഉദരരോഗത്തിന് പുതിയ ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. യോഗ, എക്സസൈസ് മുതലായ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. പുതിയ ഡയറ്റ് പ്ലാനുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുകയും ആരോഗ്യസ്ഥിതിയിൽ പുതിയ മാനം കൈവരിക്കാൻ കഴിയുന്നതുമാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് വരാം. കുടുംബജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചില വാക്കുകളിലൂടെ തർക്കങ്ങൾ ഉണ്ടാകാനും അശാന്തമായിട്ടുള്ള മനോഭാവം സൃഷ്ടിക്കാനും കാരണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യത്തെ കൂടുതലായിട്ട് പറഞ്ഞ് കുടുംബജീവിതത്തിലെ സന്തോഷം കെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ നീക്കങ്ങളിലൂടെ അകന്നിരുന്നവർക്ക് അടുക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഗൃഹാന്തരീക്ഷത്തിൽ ഊർജ്ജസ്വലതയും സന്തോഷവും കൂട്ടാൻ വേണ്ടിയിട്ട് ലഘുയാത്രകൾ നടത്തുന്നത് ഉത്തമമായിരിക്കും. ഇനി നമുക്ക് ഓരോ മാസത്തിലെയും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ചിങ്ങമാസത്തിൽ ദീർഘദൂര യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്.
കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ കൈവേളയിൽ എത്തിച്ചേരുന്നതാണ്. പുതിയ വാഹനം, പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള അവസരം കൈവരുന്നതാണ്. എടുത്തുചാട്ടം മുഖേന കുറച്ച് ധനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം മനോഭാവം ഒഴിവാക്കുക. വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടാനും പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാൻ സാധ്യത കാണുന്നുണ്ട്. കന്നിമാസത്തിൽ പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അവസരം കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും സാധ്യത തെളിയുന്നുണ്ട്. പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവേശത്തിന് കാലം അനുകൂലമായി കാണുന്നു. ഇഴജന്തുക്കളെ ശ്രദ്ധിക്കേണ്ടുന്ന കാലയളവാണ്. ദേഹത്ത് ചൊറിച്ചിൽ, ചില ത്വക്ക് രോഗങ്ങൾ ഇവ പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട്. തുലാമാസത്തിൽ അകന്നിരുന്ന വ്യക്തികളുമായി അടുപ്പത്തിൽ വരാനും കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ താൽക്കാലികമായ അനുരഞ്ജന ചർച്ചയിലൂടെ ഒരു മിതത്വത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നതാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഉദരവൈഷമ്യങ്ങൾ ഈ കാലയളവിൽ അലട്ടുന്നതാണ്. സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. വൃശ്ചിക മാസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ഉപരിപഠന മേഖലകൾ തുറന്നു കിട്ടുന്നതും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും പുതിയ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ധനുമാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. അമിതഭാരം എടുത്തുയർത്തി ശരീരത്തിന് ഉളുക്ക്, ചതവ് മുതലായവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗവൺമെന്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബജീവിതത്തിൽ മറ്റൊരാളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മകരമാസത്തിൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. എന്നാൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാലാവസ്ഥ അത്ര അനുകൂലമായിരിക്കില്ല. ധനം കടം കൊടുക്കുക, വാങ്ങുക ഈ കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ്. കുംഭമാസത്തിൽ പുതിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വസ്ത്രം, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവയൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് ഉദാസീനത കാണിക്കുന്നത് മൂലം ചില വ്യക്തികളുമായിട്ട് തർക്കമുണ്ടാവാൻ സാധ്യത കാണുന്നു. മീനമാസത്തിൽ പ്രണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പുതിയ ഗൃഹം നിർമ്മിക്കാനോ അല്ലെങ്കിൽ പുതിയ വീടും സ്ഥലവും മേടിക്കാനുള്ള യോഗം തെളിഞ്ഞു കാണുന്നുണ്ട്. മേടമാസത്തിൽ വിവാഹം, പ്രണയം ഇവയിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായി വരാം. വാഹനം വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക. വൈകുന്നേര സമയങ്ങളിൽ നേരിയ തോതിലുള്ള അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. കുടുംബക്ഷേത്രം സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യ വിഷയങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇടവമാസത്തിൽ വ്യക്തിഗത താല്പര്യം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം മൂലം ചിലരെ പിണക്കേണ്ടതായിട്ട് വന്നേക്കാം. ആരോപണങ്ങളിൽ കൂസലുണ്ടാവുകയില്ല. ആദരണീയരായ വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും അവരുമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തുവാനും കഴിയുന്നതാണ്. മിഥുനമാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ്. തിരിച്ചടവ് മുടങ്ങുന്നത് മൂലം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നോട്ടീസൊക്കെ വരാൻ സാധ്യത ഉള്ളതിനാൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം. അലസ മനോഭാവം കൊണ്ട് തൊഴിലിൽ നഷ്ടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധയുണ്ടാകണം. കർക്കിടക മാസത്തിൽ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ചില ചികിത്സാ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. പുതിയ തൊഴിലിൽ നിന്ന് മികച്ച വരുമാനം ലഭ്യമാകുന്നതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് പോകാനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ്. നമ്മെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് തിരിച്ചടികൾ കിട്ടുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ്. പിതൃപൂജയിലൂടെ പിതൃപ്രീതി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. 2025-26 കാലത്തെ വാർഷിക ഫലമാണ് ഇവിടെ പറഞ്ഞത്. ഇതിലെ ദോഷ കാര്യങ്ങൾക്ക് പരിഹാര കാര്യങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ്. മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയോറും കൃഷ്ണക്ഷേത്രത്തിൽ കൃഷ്ണാഷ്ടകത്താൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഭഗവത്ഗീത വ്യാഴാഴ്ചകളിൽ പാരായണം ചെയ്യുക. ധന്വന്തരി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുക. ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് ഇവകൾ കഴിപ്പിക്കുക. ഗണപതിക്ക് കർഗമാല ചതുർത്ഥി തോറും സമർപ്പിക്കുക. ഇവയൊക്കെ സാമാന്യമായിട്ടുള്ള പരിഹാര കാര്യങ്ങളാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വിദഗ്ധനായ ഒരു ജ്യോതിഷന്റെ സേവനം തേടേണ്ടതാണ്. ആ വഴിക്ക് കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതിന് എന്തെങ്കിലും ദോഷങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക.
അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.